പലരും ഒരു യൂസ്ഡ് ട്രക്ക് നല്ല കുറഞ്ഞ വിലയിൽ കണ്ടാൽ അതൊരു സൂപ്പർ ഡീലാന്ന് എന്നിട്ട് വിചാരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ന് ചീപ്പായിട്ട് തോന്നുന്ന ഒരു ട്രക്ക് നല്ല വലിയ ചെലവുള്ളതായി മാറും. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എൻജിനാണ്. എൻജിൻ ട്രക്കിന്റെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് പാർട്ടാണ്. അതുകൊണ്ട് മേജർ റിപ്പയർസ് വന്നാൽ വലിയ ചെലവ് വരും. റെഗുലറായി സർവീസ് ചെയ്ത ട്രക്കിങ്ങിന് ഫ്യൂച്ചറിൽ പ്രോബ്ലംസ് കുറവായിരിക്കും. സെല്ലർ പറയുന്നത് മാത്രം വിശ്വസിക്കണ്ട. നിങ്ങൾ യുഎയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ട്രക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ്. പലരും ഒരു യൂസ്ഡ് ട്രക്ക് നല്ല കുറഞ്ഞ വിലയിൽ കണ്ടാൽ അതൊരു സൂപ്പർ ഡീലാന്ന് എന്നിട്ട് വിചാരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ന് ചീപ്പായിട്ട് തോന്നുന്ന ഒരു ട്രക്ക് നല്ല വലിയ ചെലവുള്ളതായി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് സമയമെടുത്ത് റിസർച്ച് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ വീഡിയോയിൽ യുഎയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ട്രക്ക് വാങ്ങുന്നതിന് മുൻപ് ചെക്ക് ചെയ്യാൻ വേണ്ടിയ 5 പ്രധാന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. ഫസ്റ്റ്, എൻജിൻ കണ്ടീഷൻ, ട്രക്കിന്റെ ഹാർട്ട്. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എൻജിനാണ്. എൻജിൻ ട്രക്കിന്റെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് പാർട്ടാണ്. അതുകൊണ്ട് മേജർ റിപ്പയർസ് വന്നാൽ വലിയ ചെലവ് വരും. ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് എൻജിൻ സൗണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഓയിൽ ലീക്സ് ഉണ്ടോ, അധികം സ്മോക്ക് വരുന്നുണ്ടോ, ഓവർ ഹീറ്റിംഗ് സൈൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ നോക്കണം. എൻജിൻ ചെക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് മെക്കാനിക്സിനെ കൂടെ ഒപ്പം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. ഇൻസ്പെക്ഷൻ കുറച്ച് ദ്രാം സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ആയിരക്കണക്കിന് ദ്രാംസ് വരെ സേവ് ചെയ്യാൻ സഹായിക്കും. സെക്കൻഡ്, സർവീസ് ആൻഡ് മെയിൻ്റനൻസ് ഹിസ്റ്ററി. അടുത്തതായിട്ട് മെയിൻ്റനൻസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. ഓണറുടെ സർവീസ് റെക്കോർഡ്സും റിപ്പയർ ഇൻവോയ്സും ചോദിക്കുക. റെഗുലറായി സർവീസ് ചെയ്ത് ട്രക്കിങ്ങിന് ഫ്യൂച്ചറിൽ പ്രോബ്ലംസ് കുറവായിരിക്കും. സെല്ലർ പറയുന്നത് മാത്രം വിശ്വസിക്കണ്ട. പ്രീവിയസ് ഡ്രൈവേഴ്സിനും പിന്നെ അവിടെയുള്ള മെക്കാനിക്സും അല്ലെങ്കിൽ കമ്പനീൻ്റെ സ്റ്റാഫ്സോടൊപ്പം സംസാരിക്കുക. ചില സമയങ്ങളിൽ ഡോക്യുമെന്റ്സിൽ ഇല്ലാത്ത ഡീറ്റെയിൽസ് അവരുടെ അടുത്ത് ഉണ്ടാകും. സോ ഇത് മറക്കണ്ട. തേർഡ്, ആക്സിഡന്റ് ഡാമേജ്. ഇനി ആക്സിഡന്റ് ഡാമേജിനെ കുറിച്ച് സംസാരിക്കാം. ട്രക്കിന്റെ താഴെ നന്നായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നു. ക്രാക്സ്, റസ്റ്റ്, ബെൻസ്, വെൽഡിംഗ് മാർക്സ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് നോക്കണം. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് നടന്ന ആക്സിഡൻസിന്റെ സൈൻ ആണ്. ട്രക്ക് മേജർ ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നിട്ട് സെല്ലറോടൊപ്പം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കണം. ജെന്യൂൻ സെല്ലർ ആണെങ്കിൽ ട്രക്കിന്റെ ഹിസ്റ്ററി ഓപ്പൺ ആയിട്ട് പറയും. ഇത് ഓർമ്മിക്കുക. ഫോർത്ത്, ടയേഴ്സ്, ബ്രേക്സ് ആൻഡ് സസ്പെൻഷൻ. അടുത്തതായിട്ട് ടയേഴ്സ്, ബ്രേക്സ്, സസ്പെൻഷൻ സിസ്റ്റം ചെക്ക് ചെയ്യണം. പല ബയേഴ്സും ഈ പാർട്സ് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. എന്തെന്നാൽ റീപ്ലേസ് ചെയ്യാൻ വന്ന വലിയ ചെലവ് വരും. ടയേഴ്സ് അൺഈവൻ ആയിട്ട് വേറായിട്ടുണ്ടോ എന്ന് നോക്കണം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ബ്രേക്സ് ഒക്കെ ചെക്ക് ചെയ്യണം. റോഡിൽ ട്രക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നിട്ട് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണം. ട്രക്ക് ഒരു സൈഡിലോട്ട് പുൾ ചെയ്യണ്ടോ, അൺസ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയാൽ തന്നെ സസ്പെൻഷൻ ഇഷ്യൂ ഉണ്ടാ എന്നിട്ട് നമുക്ക് മനസ്സിലാവും. ഫിഫ്ത്ത്, ഡോക്യുമെന്റ്സ് ആൻഡ് ഓണർഷിപ്പ് വെരിഫിക്കേഷൻ. അവസാനം പേപ്പർ വർക്ക് വെരിഫൈ ചെയ്യുന്നത് മറക്കാൻ പാടില്ല. രജിസ്ട്രേഷൻ, ഇൻഷുറൻസ് റെക്കോർഡ്സ്, ഓണർഷിപ്പ് ഡീറ്റെയിൽസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഫൈൻസ് ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ട്രക്കിലുള്ള ചാസസ് നമ്പർ ഡോക്യുമെന്റ്സിൽ മാച്ച് ചെയ്യണോ എന്നിട്ട് നോക്കണം. ഈ സ്റ്റെപ്സ് ഒരു കാലം റഷ് ചെയ്യണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദ്യം കേട്ട് സാറ്റിസ്ഫൈഡ് ആക്കുന്നത് വരെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അറ്റ് ലാസ്റ്റ്, കൺക്ലൂഷൻ. ഓവർ ഹൈലൈറ്റ് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ട്രക്ക് വാങ്ങുമ്പോൾ ഒരു സിമ്പിൾ റൂൾ ഓർമ്മിക്കുക. അതെന്തെന്നാൽ കണ്ണുകൊണ്ട് മേടിക്കാൻ പാടില്ല, അറിവ് കൊണ്ടാണ് മേടിക്കണം. മനസ്സിലാക്കുക. ട്രക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, മെക്കാനിക്സോട് സംസാരിക്കുക, മറ്റും ഡ്രൈവേഴ്സിൻ്റെ ഒപ്പീനിയൻ ചോദിക്കുക, എല്ലാ ഡോക്യുമെൻസും വെരിഫൈ ചെയ്യുക. നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നല്ല ഡെസിഷൻ എടുക്കാൻ സഹായിക്കും. ഒരു നല്ല സെക്കൻഡ് ഹാൻഡ് ട്രക്ക് പല വർഷങ്ങൾ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കി തരും. പക്ഷേ ഒരു നഷ്ടമുള്ള ട്രക്ക് വർക്ക്ഷോപ്പിൽ കടന്ന് നിങ്ങളുടെ സേവിങ്സിനെ ഫുള്ളായിട്ട് കുടിക്കും. അതുകൊണ്ട് സമയമെടുത്ത് ഹോംവർക്ക് ഒക്കെ ചെയ്ത് സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഈ 5 പോയിന്റ്സ് മറക്കണ്ട. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ട്രക്കിംഗ് ആൻഡ് ലോജിസ്റ്റിക് വീഡിയോസിന് നമ്മുടെ പേജിൽ നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.